നമുക്ക് അജയുടെയും ഭൂമിയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ വല്ലാത്ത സങ്കടത്തോട് കൂടിയിട്ടാണ് അഞ്ജന വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിലേക്ക് ചെന്ന് മുറിയിലേക്ക് കയറി കഥ കടച്ചിട്ട് ഇരുന്നിട്ട് അഞ്ജന അവിടെ ഇരുന്ന് വിരുമ്പി കരയോ. അഞ്ജനയ്ക്ക് ദേഷ്യവും സങ്കടം അങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും തന്നെ ഇൻസൾട്ട് ചെയ്തു. ഭൂമി അവൾ കാരണം താൻ നാണം കെട്ട് അവിടുന്ന് പോരേണ്ട വന്നു. അജയുടെ അടുത്തുനിന്ന് ആ ഒരു ചിന്തയായിരുന്നു അവളുടെ മനസ്സെന്നറിയും. അപ്പോഴാണ് വന്ന് ഭവാനി കഥയെ മുട്ടുന്നത്. മോളെ കഥ തുറക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുവിൽ കഥവ് തുറന്നു കഴിഞ്ഞപ്പോൾ കരഞ്ഞു കലങ്ങിയ അഞ്ജനയുടെ മുഖമാണ് കണ്ടത്. എന്ത് പറ്റി മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. അവളുണ്ടല്ലോ ആ ഭൂമി, അവളാണ് ഒക്കത്തിനും കാരണം എന്ന് പറഞ്ഞു. അവളോ? അതെ, അവളാണ് കാരണം. ഇന്ന് ഞാൻ അജയനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? അവളും അജയും തമ്മിൽ ഇഷ്ടത്തിലാന്ന്, അവൾക്ക് അജയനെ ഇഷ്ടമാന്ന്, അവളും അജയും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. പിന്നെ ഞാൻ ആരാ എന്നൊക്കെ ചോദിച്ചു. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? പറഞ്ഞു അമ്മേ, ഞാൻ ഇതിന് അമ്മയോട് കള്ളത്തരം പറയണേ. അമ്മ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവൾ എന്നെ 2ാം തവണ ഇൻസൾട്ട് ചെയ്യുന്നേ, എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാനിത് മുത്തശ്ശിയോട് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശി വന്നോട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് സൗഭാഗ്യ മുത്തശ്ശി പുറത്തു പോയിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം സൗഭാഗ്യ മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഞ്ജന കരഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നു. ഭയങ്കര ആക്ടിങ് ആണ് അഞ്ജനയുടെ. കരഞ്ഞോണ്ട് എന്നിട്ട് സൗഭാഗ്യ മുത്തശ്ശി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അതെ മുത്തശ്ശി, എനിക്കിനി ഈ വിവാഹം വേണ്ടാന്നൊക്കെ പറഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? അജയുമായിട്ട് വല്ല വഴക്കെന്തെങ്കിലും ഉണ്ടായോ? അതെ, അജയ്ക്ക് എന്നെ വേണ്ട മുത്തശ്ശി, അതാ കാര്യം. വേണ്ടെന്നോ? മോൾ എന്തൊക്കെയാ പറയണേ? ഇതേ അതൊക്കെ മോളുടെ വെറും തോന്നൽ മാത്രം. അതല്ല മുത്തശ്ശി, അവളുണ്ടല്ലോ ആ ഭൂമി എന്ന് പറയുന്നവള്. ഭൂമിയോ? അതെ, അന്നിവിടെ പൂജകളൊക്കെ നടക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഷോപ്പ് നടത്തുന്നവള്. ആ ഭൂമി മോള, അവളുടെ കാര്യമാണോ പറഞ്ഞേ? ഇന്ന് അവളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ പറഞ്ഞെന്താണെന്നറിയോ? അവൾ വിവാഹം കഴിക്കുമെങ്കിൽ അത് അജയനെ മാത്രമാണ്. അജയ് അവളും തമ്മിൽ ഇഷ്ടത്തിലാണ്. അത് നീ അങ്ങോട്ട് വിശ്വസിച്ചോന്ന് ചോദിച്ചു. എനിക്കറിയാം മുത്തശ്ശി, എല്ലാവരും കൂടി എന്നെ പറ്റിക്കുമല്ലേ, എനിക്ക് പ്രതീക്ഷകളും മോഹങ്ങളും ഒക്കെ തന്നിട്ട് എല്ലാവരും കൂടി എന്നെ ചതിക്കുമല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ മോളെ അങ്ങനെയൊന്നും ഇല്ല, അവള് വെറുതെ നിന്നെ ഒന്ന് കളയാക്കിയതായിരിക്കും, അത്രയ്ക്കൊന്നും ഇല്ല, അവൾ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല, എനിക്കറിയാലോ അവള് നല്ല കുട്ടിയാന്ന് പറഞ്ഞു. ദേ എപ്പം നോക്കിയാലും അജയുടെ പിന്നാലെ തന്നെയാ അവള്. കാരണം പോലീസ് സ്റ്റേഷന്റെ ആ മുറ്റത്താട്ടിലേക്ക് ആന്റണിയും വെച്ചിരിക്കുന്നേ. ഞാൻ എപ്പോഴൊക്കെ കണ്ടാലും അവർ ഒരുമിച്ച് കാണും. എപ്പോഴും അവൾ പോലീസ് സ്റ്റേഷനകത്തായിരിക്കും, അജയുടെ ക്യാബിലും ആയിരിക്കും. മുത്തശ്ശി, ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സൗഭാഗ്യ മുത്തശ്ശി പറഞ്ഞു, അതാണ് കാര്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. മോളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഈ സമയത്ത് ഭവാനി മനസ്സിൽ വിചാരിച്ചു, ഓഹോ, അപ്പം അതാണ് കാര്യം. അവളും മനഃപൂർവ്വമാണ് അഭിരാമി തൻ്റെ മോളുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് അവൾ ഒരിക്കൽ കൊല്ലാൻ കൊടുത്ത അവൾ വീണ്ടും തൻ്റെ തട്ടകത്തിലേക്ക് വന്നിരിക്കുക. അവളെ ഇല്ലാതാക്കാനായിട്ട് കമാലിനോട് പലവട്ടം പറഞ്ഞ, പക്ഷെ ഇതുവരെയായിട്ടും അത് നടന്നിട്ടില്ല. ഓരോ തവണ അവൾ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇത്തവണ അവൾ രക്ഷപ്പെടാൻ പാടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഇതൊന്നും ഭാവം ഭൂമി അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭൂമിയുടെ ഫോണിലേക്ക് സൗഭാഗ്യ മുത്തശ്ശിയുടെ കോള് വന്നു. മുത്തശ്ശി പറഞ്ഞു, മോളെ തിരക്കില്ലെങ്കിൽ മോൾ ഇവിടം വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്തിനാ മുത്തശ്ശി? അതൊക്കെ വന്നിട്ട് പറയാം, ഒന്ന് വരാമെന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് അവിടെ ഉണ്ടായിരുന്ന ഭവാനി കേട്ടു. ഓഹോ, അപ്പം അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോവാ. സത്യദാസിൻ്റെ മകള് അഭിരാമി, അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ. അവളെ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ തീർക്കും. അവളിപ്പോൾ ആരാ എന്താ ഇങ്ങനെയൊന്നും ഈ കുടുംബത്തിലുള്ള ആർക്കും അറിയത്തില്ല. എന്താണെങ്കിലും അവൾ തീരണ്ട എൻ്റെ കൈ കൊണ്ടാ. അത് തന്നെ ആയിരിക്കണം വിധി. ദൈവവിധി ആർക്കും കാണിക്കാൻ പറ്റില്ലോ എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി ഇങ്ങനെ ആലോചിച്ചു. എന്താ ചെയ്യേണ്ടത് അവളെ ഇല്ലാതാക്കാനായിട്ട്? ഈ വീട്ടിൽ വെച്ച് തന്നെ അവളെ തീർക്കണം. ഒടുവിലൊരു ഐഡിയ കണ്ടെത്തി. അവൾ ഭയങ്കര കോഫി ഷോപ്പൊക്കെ നടത്തുന്നവളല്ലേ, അങ്ങനെയാണ് ആ വഴിക്ക് ഒരു പണി കൊടുക്കാം. നേരെ അടുക്കളയിലേക്ക് കയറി അവളെ ഷോക്ക് അടിപ്പിച്ച് അവളെ തീർത്ത് കളയാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. അങ്ങനെ കുറേ വയറും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തന്ത്രങ്ങളൊക്കെ ചെയ്ത് വെക്കുവാണ്. കാരണം ഭവാനിയുടെ മനസ്സിൽ വ്യക്തമായൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് വേണം ഇനി മുന്നോട്ട് നീങ്ങാനായിട്ട്. ഒരു കാരണവശാലും പദ്ധതി പ്ലാനുകളും പൊളിയരുത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഇതൊന്നും അറിയില്ലാതെ പാവം ഭൂമിച്ച നേരെ സൗഭാഗ്യ പുറത്തേക്ക് വരുന്നത്. ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിൽ തന്നെയായിരുന്നു അച്യുതനാണെങ്കിൽ ഭൂമി പുറത്തു പോകാൻ പോലും ഭയമാണ്. എന്തായി എങ്ങനെയായി തീരുമെന്നുള്ളൊരു കാര്യം. അങ്ങനെ അച്യുതനും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്പി ചോദിച്ചു, എന്താ അച്യുതേട്ടാ? അച്യുതേട്ടൻ എപ്പം നോക്കിയാലും ആകെപ്പാട് ടെൻഷനാണല്ലോ. അതെ,
ഒരു പ്രശ്നമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. നമ്മുടെ ഭൂമി മോളുണ്ടല്ലോ, അവളുടെ കടയുടെ ഫ്രണ്ട് വരെ ഇപ്പം അഭിരാമിയുടെ അവളുടെ അമ്മ സുമിത്രയുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ടെന്നോ? അതെ, കുഞ്ഞുനാളിൽ നമുക്ക് കിട്ടിയപ്പോഴുള്ള അവളുടെ ആ ഒരു വേഷം ഉണ്ടല്ലോ, ആ ഡ്രസ്സും കാര്യങ്ങളും, ആ ഉടുപ്പിട്ട് അതേ ഫോട്ടോ തന്നെയാണ് പതിപ്പിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല അംബിക, ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. നമ്മുടെ മോളെ നമുക്ക് നഷ്ടപ്പെടുമെന്നൊരു ഭയം. അത് മാത്രമല്ല, ഇപ്പം അന്വേഷണം വീണ്ടും ഊർജിതമാക്കിയിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയതാണ് മോളെ. വീണ്ടും അതിനെക്കുറിച്ചാണ് അന്വേഷണം നടക്കുക. മോളെ ഇനിയിപ്പോൾ അവർ കണ്ടെത്തുമെന്നൊരു ഭയം. അങ്ങനെ കണ്ടെത്തിയാൽ നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടില്ലേ? ഒന്ന് ആലോചിച്ച് വയ്ക്കേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അംബിക പറഞ്ഞു, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെ, ഒരു കാരണവശാലും അവൾ അറിയാൻ പാടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറാമെന്ന് പറഞ്ഞു. മാറാനോ? എങ്ങോട്ട്? എന്തേലും തീരുമാനിച്ചാൽ മതിയാവുള്ളൂ. ഞാൻ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മോളെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടും. അത്രയ്ക്ക് ടെൻഷനായിരുന്നു അച്യുതന്. ആ സമയത്താണ് അച്യുതനെ ഭൂമി വിളിക്കുന്നത്. ഭൂമി വിളിച്ചിട്ട് ഞാൻ സൗഭാഗ്യപുരത്തേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. എന്തിനാ മോളെ? ഇപ്പം അവിടേക്ക് എന്തിനാ പോകുന്നത്? അതെ, അവിടുത്തെ മുത്തശ്ശി വിളിച്ച് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. മോളെ, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. വേണ്ട, അവിടേക്ക് പോകണ്ട. നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങോട്ടേക്കൊന്നും പോകണ്ടെന്ന്. പറഞ്ഞാൽ നിന്റെ തലയിലേക്ക് കയറില്ലേ? എൻ്റെ അച്ഛൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ആ മുത്തശ്ശി എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പോയി കണ്ടിട്ട് വന്നോളാം. അതിന് അച്ഛൻ എത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? അച്ഛന് പറയാൻ പറ്റുമോ നീ അവിടുത്തെ മോളാന്നുള്ള കാര്യം, സത്യദാസിൻ്റെ മകളാന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ആ ഒരു ടെൻഷനാ അച്ഛനാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അച്ഛൻ പറഞ്ഞു, മോളെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരണം. അച്ഛൻ വരണോ? ഞാൻ വേണേ വരാമെന്ന് പറഞ്ഞു. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി അവിടേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് സൗഭാഗ്യ മുത്തശ്ശി മുറിയിലായിരുന്നു. ഭൂമി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കഥ തുറന്നു കൊടുക്കുന്ന ഭവാനിയാണ്. ഭവാനി ഭൂമിയെ കണ്ടു ഭയങ്കര സ്നേഹത്തോടെ, ഓ നീയായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അല്ല, എന്താ ഭൂമി ചോദിച്ചു. അല്ലെ, മുത്തശ്ശി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി ഒന്ന് കാണാൻ വേണ്ടി വന്ന. ഓ അങ്ങനെയാണല്ലേ. ഓ നീ വന്ന നന്നായി. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഇവിടുത്തെ ജോലിക്കാരി നേരത്തെ പോയി. എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് വരുമോ? നീ നല്ല ചായയൊക്കെ ഇടുമെന്ന് ഇടയ്ക്ക് അജയ് ഇവിടെ പറയാറുണ്ട്. അതുകൊണ്ടാ, നല്ല കൈപ്പുണ്യമുള്ള കുട്ടിയാന്ന് അമ്മയും പറയാറുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭൂമി പറഞ്ഞു, അതിനെന്താ മാഡം, ഞാൻ ഇപ്പം തന്നെ ചായ വെച്ച് തരാമെന്ന് പറഞ്ഞു. അതായിരുന്നു ഭവാനിയുടെ മനസ്സിലെ പ്ലാന്. ഭൂമി അടുക്കളയിലേക്ക് കയറും, ചായ വെക്കാനായിട്ട് സ്റ്റൗവൊക്കെ ഓണാക്കും. ആ സമയത്ത് അവൾക്കിട്ടുള്ള പണി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുറേ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു വെച്ചിരുന്നത്. അങ്ങനെ ഭൂമി ഇതൊന്നും അറിയില്ല. നേരെ അടുക്കളയിലേക്ക് കയറുമ്പോഴത്തേനും ഭവാനി ഇങ്ങനെ ആലോചിച്ച് വന്നു, അവൾക്കിട്ട് എന്താണെങ്കിലും പണി കൊടുക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവൾ ഇന്നത്തോടു കൂടി തീരും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഭവാനി അടുക്കളയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ, ഗ്യാസ് തീർന്നെന്ന് തോന്നേ. ജോലിക്കാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യുക, ഇൻഡക്ഷൻ കുക്കറെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി മാഡം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? പെട്ടെന്ന് ചായ വെക്കാൻ വെള്ളമൊക്കെ എടുത്തു. കാരണം അത്തേലൊരു പണി കൊടുക്കാനായിട്ടാണ് വയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് അവൾക്ക് ഷോക്ക് അടിച്ച് അവൾ തീരണം എന്നൊക്കെയൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഭവാനി അവിടെ പോയി കാത്ത് നിരിക്കുകയാണ്. ഇപ്പോഴും അവളുടെ കരച്ചിൽ കേൾക്കുമെന്നൊക്കെ ഓർത്തുകൊണ്ട് കാത്തിരിക്കുക. പക്ഷെ ഇത്തിരി കഴിഞ്ഞിട്ടും ഒരു ഒച്ചപ്പാടും ഒന്നും കേൾക്കണില്ല. ഇതെന്ത് പറ്റി? അവൾക്കൊന്നും സംഭവിച്ചില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അവൾ ചായ വെക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഭൂമിയുടെ ഫോണിലേക്ക് കോള് വരുന്നേ. ഭൂമി പെട്ടെന്ന് കോളെടുത്ത് നോക്കിയപ്പോൾ അച്യുതനാണ്. ഈ അച്ഛൻ മുമ്പേ വിളിച്ചിട്ട് വെച്ചാണല്ലോ, വീണ്ടും എന്തിനാ വിളിക്കണമെന്ന് ഓർത്തുകൊണ്ട് ഭൂമി പെട്ടെന്ന് എന്ത് ചെയ്തു, ആ വെള്ളവും പാത്രോടെ വെച്ചിട്ട് കോൾ എടുക്കുവാണ്. പക്ഷേ ഭവാനിക്ക് അറിയില്ലല്ലോ. ഭവാനിയുടെ വിചാരം എന്താ, ഇപ്പം അവൾ സ്വിച്ച് ഓൺ ആക്കും, അവൾക്കിട്ട് പണി കിട്ടുമെന്ന്. അങ്ങനെ കോള് വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി അങ്ങോട്ട് വന്ന് വിളിക്കുവാണ് അവളെ. ഭൂമിയെ വിളിച്ചിട്ട്, മോളെ നീ ഇതെപ്പോൾ വന്നു? നീ ഇവിടെ എന്തെടുക്കും? ഇങ്ങോട്ട് വരാനും പറഞ്ഞു വിളിച്ചു. മുത്തശ്ശി ഞാനിപ്പോൾ വരാം, മോൾ ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞു വിളിച്ചു. ഭവാനിയുടെ ലക്ഷ്യങ്ങൾ എന്തായാലും പാളി പോവാണ്. ഭവാനിയുടെ ലക്ഷ്യം നിറവേറ്റാനായിട്ട് പറ്റിയില്ല. ഭൂമിയെ കൊല്ലാനുള്ള തന്ത്രപ്പെടായിരുന്നു. പക്ഷെ അതാ പരാജയപ്പെട്ടു പോവാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.